പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. പനീർ കറിയാണ്. ആദ്യം സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഞാനിവിടെ തക്കാളിയും ക്യാപ്സിക്കും ഉണ്ട്. ഇതിലേക്കൊന്ന് വഴറ്റിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയിൽ വഴറ്റണം. അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പകുതി എടുത്ത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പം ഏകദേശം വഴന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പകുതി മിക്സിയിലെടുത്ത് അരച്ചിട്ടുണ്ട്. ഞാനിവിടെ മിക്സി പകുതി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ പനീർ പാലക് മസാലയും കൂടെ ഒഴിക്കുക. പനീർ മട്ടർ മസാല ആണെങ്കിലും മതി. എനിക്ക് പാലക്കില്ല, ഞാൻ മട്ടറാണ് ഇടാം. ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴന്നു. അതോടൊപ്പം ഞാനിവിടെ ഗ്രീൻ പീസ്, ഫ്രീസഡ് ഗ്രീൻ പീസാണ്. അതൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. അതുകൂടെ ഇതിൻ്റെ പച്ച ഗ്രീൻ പീസാണ്. അപ്പോൾ ഇതിനൊന്ന് വഴകട്ടെ. എന്നിട്ട് ഒരല്പം വെള്ളം ചേർക്കുന്നു നമുക്ക് വേവിച്ചെടുക്കാം. ഒരല്പം കുരുമുളകും കൂടി ഇടണം. ഇതൊന്ന് ആയത്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, പിന്നെ ഒരല്പം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അതും കൂടെ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അത് മിശ്രിതമാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിനോടൊപ്പം ബാക്കിയുള്ള നമ്മുടെ പനീർ ബട്ടർ മസാലയുടെയും കൂടെ ആഡ് ചെയ്യാം. വേറൊരു പാക്കറ്റിലുണ്ട്, അത് അവസാനം ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വേകട്ടെ. വേകുമ്പോഴത്തേക്കും നമ്മുടെ അരച്ച മിശ്രിതം കൂടെ ചേർത്തെടുക്കും. നമ്മുടെ പനീറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ വേവുന്ന ഇതിലേക്ക് ഇടാം. അതിന് ശേഷം നമുക്ക് അരച്ച മിശ്രിതം കൂടെ ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അരച്ച മിശ്രിതം ആദ്യം ചേർക്കും. അങ്ങനെയില്ല, എന്നാലും പനീറിനൊരു അല്പം വേവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പനീർ ഈ ഒരു മിശ്രിതത്തിലേക്ക്, ഈ ഒരു ഗ്രേവിയിലേക്ക് നനക്കി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വേകട്ടെ. വേകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കസ്തൂരി മേത്തി ഉണ്ട്, അതുകൊണ്ടിട്ട് ഇവിടെ കസ്തൂരി മേത്തിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് അത് ചേർക്കുന്നില്ല. അപ്പം ഇത് വേകുമ്പോഴേക്കും അരപ്പ് ചേർക്കാം. അങ്ങനെ നമ്മുടെ പനീറൊക്കെ വെന്ത് കഴിഞ്ഞു. മറ്റ് വെജിറ്റബിൾസൊക്കെ വെന്തു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ അരച്ച മിശ്രിതം കൂടെ ചേർത്ത് ഇളക്കി ജീരകപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് വേണം. ഇപ്പം പനീർ മട്ടർ മസാല വേണമെങ്കിൽ പേസ്റ്റും ചേർക്കാം. ഇല്ല എങ്കിൽ നമുക്ക് മല്ലിയിലയും ജീരകപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ഒരല്പം ചേർക്കാം. പിന്നെ കസ്തൂരി മേത്തി വേണ്ടവർ ചേർക്കാം, ഇഷ്ടമുള്ളവർ. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയൊക്കെ ഉണ്ടാക്കും. ഇതിനാണ് നമ്മളിത് അരയ്ക്കുന്നത്. നമ്മുടെ പച്ചറ്റിയ പച്ചക്കറിയും സവോളയും ഒക്കെ കൂടെ അരച്ചെടുക്കുമ്പോൾ നല്ല ഒരു ഗുണമെല്ലാം കിട്ടുകയും ചെയ്യും. ഈ മിക്സ് കഴുകി ബാക്കി കൊണ്ട് ഒഴിച്ചിട്ട് ഞാനിതൊരു അല്പം കൂടെ നീട്ടിയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഗ്രേവി വേണമല്ലോ, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ കുറുക്കി തന്നെ എടുക്കാം. ഇത് നല്ല അപ്പത്തിനും പാലപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല അടിപൊളി ഗ്രേവിയാണ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയും ഒരല്പം മല്ലിയിലയും കൂടി വെതറി ഒരല്പം ജീരകപ്പൊടിയും കൂടി ഇട്ടാൽ മതി. ഞാൻ കസ്തൂരി മേത്തി ഇടുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടുക. അപ്പോൾ ഇതെല്ലാം നല്ല ഫ്ലേവറുണ്ട്. നമ്മുടെ പനീർ മട്ടർ പനീറിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ പൗഡർ ഇട്ടിരുന്നു. അപ്പോൾ പാലക്കിൻ്റെ ഒരല്പം ടേസ്റ്റ് വരും. നമ്മൾ അതിൻ്റെയും കൂടെ പൗഡർ ഇട്ടു. അത് 10 രൂപയുള്ളത് ചെറിയ സാഷയായിട്ട് ഇവിടെയൊക്കെ മേടിക്കാൻ കിട്ടും. ബാംഗ്ലൂരിലൊക്കെ മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് കേരളത്തിൽ മേടിക്കാൻ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ജീരകപ്പൊടി ഇട്ടാലും മതി. ജീരകവും കസ്തൂരി മേത്തിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതാണ്. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ ഒരല്പം ബട്ടറും കൂടെ ഇട്ടാൽ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പം അത് സെർവ് ചെയ്യുമ്പോൾ ഇട്ടാൽ മതി. ഓക്കെ. പിന്നെ നമ്മുടെ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മല്ലിയിലൊക്കെ ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വേറെ നാട്ടിൽ വിപ്പോട്ടാണ്. താങ്ക് യു. ഇത് ഞാനൊരു സർവിംഗ് ഡിഷിലാക്കി കാണിക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ മട്ടർ മസാല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. മറ്റൊരു നല്ല അഭിപ്രായമായിട്ടാണ്. താങ്ക് യു ഫ്രം മാഗീസ് കിച്ചൺ.